കേരള ഗവൺമെൻറ്റിൽ നിന്നും അഡ്വക്കേറ്റ് TV എബ്രഹാം ചെയർമാനായും ഹോർമീസ് ജേക്കബ്, പ്രദീപ് ജോസഫ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മെമ്പർമാരായും കഴിഞ്ഞ മെയ് മാസം 7-ാം തീയതി ചാർജെടുക്കുകയുണ്ടായി. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഗൈക്കോയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ധീരമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് TV എബ്രഹാം. കൊള്ളങ്ങായിട്ട് പ്രവർത്തിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കർഷക സൂപ്പർ മാർക്കറ്റ് റീഓപ്പൺ ചെയ്യുന്നതിനും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ഫാക്ടറിയുടെ പ്രവർത്തനങ്ങളും റബ്ബർ പർച്ചേസ് ഡിപ്പോ ആരംഭിക്കുന്നതിനുമെല്ലാം ശക്തമായ നീക്കത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആകസ്മികമായി പുള്ളിക്ക് രോഗം ബാധിക്കുകയും അദ്ദേഹം ഇന്ന് വെളുപ്പിനെ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോവുകയും ചെയ്തു. രോഗിയായി കിടന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോഴും ഗൈക്കോയുടെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ള ഉപദേശം തരാൻ പോലും അദ്ദേഹം തയ്യാറായി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ ഗൈക്കോ ഒരു നല്ല നിലയിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമാണ് ഉണ്ടായിരുന്നത്. ഗൈക്കോയുടെ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ച അദ്ദേഹം ഇവിടെ പ്രസിഡന്റായിട്ട് ചാർജ് എടുത്തപ്പോൾ എല്ലാ മേഖലയിലുള്ള മുൻ ബോർഡംഗങ്ങളെയും അതുപോലെ തന്നെ ഫാക്ടറി ജീവനക്കാരെയും സ്റ്റാഫിനെയും എല്ലാം വിളിച്ച് മീറ്റിങ്ങുകൾ കൂടുകയും അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏതെല്ലാം രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറാം എന്ന് ഓരോരുത്തരോട് അഭിപ്രായം ചോദിക്കുന്നതിനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും ധീരമായ നേതൃത്വം നൽകിയ വ്യക്തിയുടെ വേർപാട് ഗൈക്കോയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാനഷ്ടമാണ്.